Hi friends, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബൗളിലോട്ട് 1/2 കപ്പ് ഓട്സ് പൊടിച്ചത് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചത് എടുത്തിട്ട് ഇനി 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര്, ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പുതിനയും ചേർത്ത് കൊടുക്കുക. ഇത് പുതിന കൂടുതലൊന്നും ചേർക്കരുത്, അപ്പോൾ ഒരു കട്ടിക്കലുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ ഉണ്ടാവില്ല, അതേപോലെ തന്നെ അതേ തിക്നെസ്സിൽ തന്നെ കലക്കിയെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കുക. കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. പിന്നെ ഈ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും മേച്ചുള്ള ചട്നി, തേങ്ങയുടെ കൂടെ കുറച്ച് തൈര്, അതുപോലെ തന്നെ മല്ലിയില, കുറച്ച് പുതിന, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ജീരകം കുറച്ച് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും മേച്ചുള്ള ചട്നി. ഇനി ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ മല്ലിയിലയും ഒക്കെ കൂടി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ള് ചെറിയ ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ അതും ടേസ്റ്റ് തന്നെ കേട്ടോ. അങ്ങനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ 9 ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ കഴിയുക, വലിയ തട്ടാണെങ്കിൽ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നടുവിൽ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്, കറുത്ത എള്ള്. ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കാം. ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓട്സ് ഇഡ്ഡലിയൊക്കെ റെഡിയായി. അപ്പോൾ വളരെ ടേസ്റ്റാണിത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഇതിൻ്റെ കൂടെ ഈ ചട്നി തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.